ഹലോ നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇന്ന് 3-ാം ദിവസമാണ്. വളരെ ഭംഗിയായി എനിക്ക് ഇന്ന് ഈ ഒരു വിളക്ക് തെളിയിക്കാനായി സാധിച്ചു. ഭഗവാനോടും ഈ പ്രപഞ്ചത്തോടും ഞാനതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നമ്മൾ എന്ത് കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചാണോ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്, ആ ഒരു കാര്യം 100% നടന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിനാദ്യം വേണ്ടത് വിശ്വാസമാണ്. പിന്നെ വേണ്ടത് അത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടിയാണ് വേണ്ടത്. സൂര്യോദയത്തിന് മുമ്പുള്ള 48 മിനിറ്റ് സമയമാണ് രാമമുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പൊതുവെ നമുക്ക് 3:30 തൊട്ട് ഒരു 5:30 വരെ ബ്രഹ്മമുഹൂർത്തമായിട്ട് കണക്ക് കൂട്ടാം. ഒരു 5:20 വിളക്കുകളൊക്കെ തെളിയിക്കാവുന്നതാണ്. 5:30 വരെ നോക്കാം. അത് സമയം സൂര്യോദയം അനുസരിച്ച് സമയം മാറും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു 3:30 തൊട്ട് ഒരു 5:20 നമുക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതാണ് നല്ലത്. നമ്മുടെ പ്രപഞ്ചം തന്നെ ഉണർന്നു വരുന്ന ഒരു സമയവും ദേവന്മാരുടെ സമയം കൂടിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ് പറയുന്നത്. അതിന് 100% ഉറപ്പാണ്. ഈ ഒരു വിളക്ക് നമുക്ക് പൂജാ റൂമിലോ അല്ലെങ്കിൽ ഹോളിൽ ഒരു ഭാഗത്തോ, അതല്ലെങ്കിൽ നല്ല ധൈര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ പുറത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടത് ഒരു തട്ടം വേണം, ബ്രാസ് തട്ടം വേണം, പിന്നെ ഒരു 5 വിളക്ക് വേണം. ചിരാതെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രാസിൻ്റെ അകൽ വിളക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അതുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. 5 വിളക്ക് വേണം. തുടർച്ചയായി 48 ദിവസമാണ് ഈ ഒരു വിളക്ക് കൊളുത്തേണ്ടത്. 48 ദിവസത്തെയാണ് ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വിളക്കിൻ്റെയും ഡയറക്ഷൻ കിഴക്കോട്ടായിരിക്കണം. കിഴക്കാണല്ലോ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്ന ടൈം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കായിരിക്കണം ഈ വിളക്കുകളെല്ലാം വെക്കേണ്ടത്. ആദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിന് ശേഷം നമുക്ക് പൂജാ റൂമിൽ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ നാമജപങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. രാവിലെ നേരം കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കാം. അതല്ല, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദേഹം കഴുകിയാലും മതി, അല്ലെങ്കിൽ കയ്യും കാലും കഴുകിയിട്ട് നല്ല ശുദ്ധിയോടെ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാം. തലേ ദിവസം നോൺ വെജ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് തല കുളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട്. ഇപ്പം തലവേദനയും മൈഗ്രെയിനും സൈനസൊക്കെ ഉള്ളവർക്ക് ആ ഒരു നേരത്തെ തലയൊക്കെ കുളിക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട്. അതിരാവിലെ പുലർച്ചെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരിക. മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും. നെഗറ്റീവായിട്ടൊരു കാര്യം പോലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമ്മുടെ മനസ്സിന് കഴിയില്ല. അതൊരു മിറാക്കിൾ തന്നെയാണ്. നമ്മളെ വേറൊരു ലോകത്തേക്കാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിലുള്ള മെഡിറ്റേഷനോ എന്തായിക്കോട്ടെ, ഈ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈമിലുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്, ഒരു അത്ഭുത ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ആ ഒരു ടൈമിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു മണ്ഡലകാലം 48 ദിവസം തുടർച്ചയായി മുടക്കൊന്നും കൂടാതെ ആ ഒരു വിളക്ക് തെളിയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും 48 ദിവസം ഒരു മുടക്കം കൂടാതെ ഇത് തെളിയിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.